ആ ടീച്ചറെ എപ്പോ ശരി ഞങ്ങൾ നാളെ തന്നെ വക്കീലിനെ കാണുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്നൊന്ന് സീരിയസ് ആയിട്ട് തന്നെ ആലോചിക്കണം അല്ലേ? ഞങ്ങൾ നാളെ ആ വഴി വരാം. ഓക്കെ ബൈ. രണ്ട് പിള്ളേര് ബൈക്കിൽ ക്യാമറയൊക്കെ ആയിട്ട് വന്നു, ഫോട്ടോ എടുത്തു. ടീച്ചർ ചെക്ക് ചെയ്യാൻ ചെന്നപ്പോ അവരങ്ങ് പോയി. സോ ഇറിറ്റേറ്റിംഗ്. എത്ര പെട്ടെന്ന് നമ്മുടെ സൊസൈറ്റിയും മീഡിയ ഒക്കെ ചേഞ്ച് ആവുന്നത്. യു നോ സംതിങ്, ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിന് താഴെയുള്ള കമന്റ്സ് ഒന്നും ഒരിക്കലും വായിക്കാറില്ല. ഹു ഹാസ് എ ടൈം ഫോർ ഇറ്റ്, റൈറ്റ്? ഇന്ന് അന്നയുടെ പോസ്റ്റ് ഇട്ടപ്പം ഞാനത് വെറുതെ നോക്കിയതാ. യു വോണ്ട് ബിലീവ് ഇറ്റ്, 99% 99% ആൾക്കാർക്കും അവള് ചെയ്തത് ശരിയല്ലെന്ന് സ്ഥാപിക്കാനാണ് താല്പര്യം. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് പ്ലേഗിങ് ദിയർ മൈൻഡ്സ്. ദേ ഡോണ്ട് ഈവൻ കെയർ അബൌട്ട് ദ ട്രൂത്ത്. ഞാൻ ഈ ടെൻഷന്റെ ഇടയിൽ ഡ്രസ്സ് മാറുന്ന കാര്യമൊക്കെ അങ്ങ് മാറും. ഇതിട്ടുകൊണ്ട് എന്നെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. അതിന്റെ താഴെയുണ്ട് കുറെ വൃത്തികെട്ട കമന്റ്സ്. എനിക്കറിയില്ല ഈ ലോകത്ത് സ്ത്രീകൾക്ക് മാത്രമാണോ ഇങ്ങനെ ഒരു വിധി. Amala, let me tell you a quote by Rebecca West. People call me a feminist whenever I express sentiments that distinguishes me from a doormat. 10-40 കൊല്ലം മുമ്പ് അവർ പറഞ്ഞിട്ട് പോയതാ. അതിന് ഇപ്പോഴും ഒരു മാറ്റമില്ല. നാളെയും അത് മാറാനൊന്നും പോകുന്നില്ല. പക്ഷെ ഇതിനിടയിലൂടെ നമ്മൾ നമ്മുടെ ജീവിതം ജീവിച്ച് കാണിക്കണം. അതാണ് ഹീറോയിസം. ഹീറോയിനിസം. ശരി, നാളത്തെ വക്കീലിന്റെ കാര്യം മറക്കല്ലേ. ബട്ട് അമല, ജസ്റ്റ് റിമെമ്പർ, നീ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് വലിയൊരു മാധ്യമ സ്ഥാപനത്തോടാണ്, പ്രത്യേകിച്ച് SGV എന്ന കാഞ്ഞിരമരത്തോട്. ഡൂയിങ് സം റീസെർച്ച് അബൌട്ട് ഇറ്റ്. കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. സാം കുട്ടി വാഗത്താനും SJV ആയ കഥ ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. 1986-87 കാലഘട്ടം. കോട്ടയം മന്ദാരം വാരികയുടെ പുഷ്കല കാലമാണിത്. വാരികയുടെ പുറത്താണ് ഇവിടെ കൊതം വെച്ചോണ്ടിരിക്കുന്നത്. കോഴിക്കോട്ടേക്കുള്ള വണ്ടി പോയോ? പോയി. ഇതാ വാഗത്താനത്തിലച്ചൻ പറഞ്ഞേക്കാൻ. എന്താടാ അതിന്റെ പേര്? സാംകുട്ടി. എന്തോരം പഠിച്ചു? 10 ജയിച്ചു. നീ മന്ദാരം വായിക്കാറുണ്ടോ? മന്ദാരം മാത്രമേ വായിക്കാറുള്ളൂ, പിന്നെ ബൈബിളും. പ്രിയാബി, ഇവനെ ആ ഇടുക്കിയിലേക്കുള്ള വണ്ടി കൂടിക്കോ കേട്ടോ. പറഞ്ഞിട്ടുണ്ട്. വെട്ടി പറഞ്ഞിരിക്കടാ. റോഡിലാണോ എനിക്കന്ന് അറിയണ്ടായോ? അമ്മ കന്യാമണിതന്റെ നിർമ്മല ദുഃഖങ്ങളിപ്പോ. വണ്ണാത്തികളി നോവല് 15 പണ്ടൊരു കേട്ടോ. താൻ എന്നാടോ പറഞ്ഞേ? അല്ല, വാഗത്താനത്തിലച്ഛനെ സ്തുതിക്കണമെന്ന് പറയായിരുന്നു. അത്രയ്ക്ക് തങ്കം പിടിച്ച ഒരു കൊച്ചനെ അല്ലയോ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് നമ്മുടെ സാങ്കുട്ടി. എന്നാ വിനയമാ, എന്നാ ദൈവഭയവാ. അതെന്തായാലും നന്നായി. തിങ്കളാഴ്ച മുതൽ 3 ദിവസം ഞാൻ ലീവ് അല്ലയോ. ഇടുക്കി വണ്ടിയെ നമുക്ക് സാങ്കുട്ടിയെ തന്നെ അങ്ങ് വിട്ടാലോ? എടോ, അതിന് അവന് വല്ല ഡ്രൈവിംഗ് വല്ല അറിയോ? അതല്ലേ അതിശയം, അവന് ഹെവിയും ഉണ്ട്. എന്നാ വിട്ടോ. കൂട്ടിന് വേണ്ടി നമ്മുടെ മണിയപ്പനെ വിളിച്ചു കേട്ടോ. നീ തോൽപ്പിച്ചുകൊണ്ടിടക്കാതെ പോയി വായിച്ചേ. വായിക്കേ, ഞാൻ എടുത്തു വെച്ചോളതൊക്കെ. ഇതെനിക്ക് ഒരാൾക്ക് ഇയാളെ പണിയല്ലോ. മുരളി, എന്താടാ ഈ ഇടുക്കിയിലേക്ക് വീക്കിലി കൊണ്ടുപോകണ വണ്ടിക്ക് എന്തിനാ 2 മണിക്കാരെ? ഇത് ഇങ്ങനെ കൊണ്ടുപോയിക്കാനും വണ്ടി ഓടിക്കാനും ഒരാൾ മതി. വേണ്ട മുതലാളി, ഞാൻ വണ്ടി ഓടിക്കുകയും ഇത് കൊണ്ടുപോവുകയും ചെയ്യും. അതെ, ഇനി മുതല് പത്രവണ്ടിയില് ഒരാള് മതി. ഇതേ കരിങ്കല്ലൊന്നും അല്ല എടുത്തോണ്ട് പോണത്, പത്രക്കെട്ടല്ലേ, അതിന് ഒരാള് മതി. പിന്നെ കിളിപ്പണിക്ക് വന്നവർക്ക് വേണമെങ്കിൽ പോയി കെട്ടിടം പണിയുന്നിടത്തേ കമ്പി വിളയ്ക്കാം, അല്ലെങ്കിലേ അല്ലാതെ പറ്റാത്തവർക്ക് വീട്ടിൽ പോവാം. അമ്മ കന്യാമണിതന്റെ നിർമ്മല. മോളുടെ കല്യാണം കഴിഞ്ഞ് 4ാം പക്കം കുര്യാപ്പി മന്ദാരത്തിലെത്തി. ചേട്ടാ, എന്റെ താക്കോല്. മുതലാളി കാണാൻ പാടുണ്ട്. മലയാളി,
അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി മന്ദാരവും വായിച്ച് പ്രാർത്ഥിച്ച് സാങ്കുട്ടി ഉണ്ടല്ലോ. നീ ചെല്ലേ. മന്ദാരത്തിൽ പണി മേടിച്ചു കൊടുത്ത കുര്യാപ്പിക്ക് തന്നെ 4-ാം ദിവസം ആദ്യ പണി കൊടുത്ത് സാംകുട്ടി വാകത്താനും തന്റെ ജൈത്രയാത്ര ആരംഭിച്ചു. വീട്ടിലേക്കാണോ ഞാൻ ഇറക്കണോ? നിന്റെ അപ്പം പാതാളം വർക്കിയാ കൊണ്ടിരിക്കണ അതാണ് വർക്കിയ. അതേ ചിരിയോടെ മന്ദാരത്തിന്റെ വീക്ക്ലി കെട്ടുമായി സാംകുട്ടി തന്റെ ഇടുക്കി യാത്ര തുടർന്നു. രാത്രിയിൽ പുറപ്പെട്ട് നേരം പുലരുമ്പോൾ ഇടുക്കിയിലേക്കുള്ള മുഴുവൻ ലോഡും അതാത് പോയിന്റുകളിൽ ഇറക്കിക്കഴിഞ്ഞാൽ കോട്ടയത്തേക്കുള്ള മടക്കയാത്ര തുടങ്ങും. ഈ സമയത്ത് പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി, കോട്ടയം ഭാഗത്തെ ആശുപത്രികളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ജൗളി കടകളിലും ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഇടുക്കി കോട്ടയം സൂപ്പർഫാസ്റ്റ് കാത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ടാവും. അവർക്ക് ലിഫ്റ്റ് കൊടുക്കും. അവർക്ക് മാത്രം. ആ യാത്രകളിൽ സാംകുട്ടി അവരോട് വാ തോരാതെ കുശലം പറയും, സൗഹൃദം സ്ഥാപിക്കും. വീട്ടിലെ, നാട്ടിലെ, പണിസ്ഥലത്തെ വിശേഷങ്ങൾ ചോദിക്കും. സങ്കടവും സന്തോഷവും കണ്ണീരും പ്രതീക്ഷയും നിറഞ്ഞ അവരുടെ കഥകൾ അവർ സാംകുട്ടിയോട് പറയും. ഒപ്പു കടലാസിൽ എന്ന പോലെ ആ കഥകളെല്ലാം സാംകുട്ടി മനസ്സിൽ കുറിച്ചു വെക്കും. പ്രസ്സിലും ഡിസ്പാച്ചിലും രാത്രികളിൽ വാരിക കെട്ടിടത്തിന്റെ ടെറസിലുമൊക്കെ ഇരുന്ന് സാംകുട്ടി ഈ കഥകൾ ഒരു ലേഖന പരമ്പരയായി എഴുതിക്കൂട്ടി. മലയോര പട്ടണത്തിലെ പെൺ ജീവിതങ്ങളുടെ കണ്ണീർ കഥകൾ. എടാ, ഇത് നീ തന്നെ എഴുതിയതാണോടാ? സത്യം പറ. സത്യമായിട്ട് സാറേ. ആ, നിന്റെ കയ്യിലേ ഇതിന്റെ എത്ര അധ്യായമുണ്ട്? 4-5 എഴുതിയിട്ടുള്ളൂ. എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. നീ എത്ര വേണമെങ്കിലും ഉണ്ടാക്കിക്കോ. നമ്മള് അടുത്ത ആഴ്ച ഇതിന്റെ പരസ്യം കൊടുക്കുന്നു. പിന്നത്തെ ആഴ്ച നമ്മള് പരമ്പര തുടങ്ങുന്നു. അപ്പൊ വണ്ണാത്തിക്കളി അത്യാവശ്യം നമ്മൾ നിർത്തിയല്ലേ? ഇത് വയനാട്ടിൽ നിന്നുള്ള സംഘടനക്കാരിൽ നിന്നുള്ളതാണ്. ഇത് ആർട്ടിസ്റ്റിനെ കൊടുത്ത് ഇതിന്റെ പരസ്യങ്ങളൊക്കെ ശരിയാക്ക്. പിന്നെ ഇതേ സാങ്കുട്ടിയുടെ ഫോട്ടോയും വേണം കേട്ടോ. സമയം എടാ, ഇതിനെ വെല്ലാൻ ഇവിടെ ഒരുത്തന്റെ ഒരു കോപ്പുമില്ല. നമ്മൾ മന്ദാരം കത്തിക്കേറും കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് സാംകുട്ടിയുടെ ജീവിതം കംപ്ലീറ്റ്ലി മാറുകയാണ്. പരമ്പര തുടങ്ങി, പരമ്പര ഹിറ്റായി. വെറും 6 ആഴ്ച കൊണ്ട് മന്ദാരം വീക്ക്ലിയുടെ സർക്യുലേഷൻ 10 ലക്ഷത്തിൽ 15 ലക്ഷത്തിലേക്ക്. ഒരു ഡ്രൈവറായ സാംകുട്ടി മന്ദാരം വീക്ക്ലിയുടെ ഇടുക്കി റിപ്പോർട്ടറായി മാറി. 1995 മന്ദാരം ദിനപത്രം ആരംഭിച്ചു. ദിനപത്രത്തിന്റെ ന്യൂസ് എഡിറ്ററായി സാമിനെ നിയമിച്ചു. മന്ദാരം പത്രത്തിന്റെ ഒരു വരവറിയാലോ. കണ്ണീർ പരമ്പരയ്ക്കും വാർത്തയ്ക്കും ഇടയിലുള്ള അതിർവരമ്പ് സാം ഇല്ലാതാക്കി. നേരെന്ത് നെറികേടെന്തെന്ന് അറിയാത്ത വിധം വാർത്തകളെ കുളിപ്പിച്ചെടുത്തു. മലയാളികൾ മന്ദാരം ആർത്തിയോടെ വായിച്ചു തുടങ്ങി. മന്ദാരം പത്രത്തിന്റെ സർക്യുലേഷൻ ലക്ഷങ്ങൾ കടന്നു, കോടികളിലേക്ക്. ന്യൂസ് എഡിറ്റർ ആയിരുന്ന സാംകുട്ടി ചീഫ് എഡിറ്ററായി മാറി.